ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു ബേക്കിംഗ് ജേണി തുടങ്ങിയ മുതൽക്ക് ഇതുവരെ എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ നമ്മളൊരു എക്സ്പീരിയൻസ്, നമ്മുടെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കമ്പാരിറ്റീവ്ലി നമുക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വരുന്ന കസ്റ്റമേഴ്സൊക്കെ നമുക്ക് നല്ല ഫ്രണ്ട്സായി മാറിയിട്ടുണ്ടെന്ന്. അത് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്ത ആ ഒരു രീതി കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടാണെന്നറിയില്ല. ആ ഒരു സൗഹൃദം ഞാൻ കീപ്പ് ചെയ്യണോണ്ടായിരിക്കട്ടെ ചിലപ്പോൾ സക്സസിൻ്റെ ഒരു പടിയിൽ ഞാനിപ്പോൾ ചവിട്ടി നിൽക്കുന്നത് എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇന്ന് ഹോം ബേക്കറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ചുറ്റുവട്ടത്തൊക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് കേക്ക് വാങ്ങിച്ചിരുന്ന ഒരാൾ വേറൊരാളെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല കേട്ടോ. എനിക്ക് അതൊരു പ്രോബ്ലം ഉള്ളതല്ലേ. നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരാളും പുഷ് ചെയ്യുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കേക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരാളും നമ്മൾ ഫാമിലീസിനായാലും ഫ്രണ്ട്സിനായാലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മുടെ ബഡ്ജറ്റ് അവർക്ക് ഓക്കെയാണ്, നമ്മുടെ കേക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിച്ചാൽ മതി. നമുക്കുള്ളത് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ വരും. ഇനി നമ്മുടെ കയ്യിൽ റേറ്റ് കൂടുതലാണ്, നമ്മളാട്ടെയും കേക്കിൻ്റെ ടേസ്റ്റ് അവരെത്താണ് കൂടുതൽ, അങ്ങനെ പറഞ്ഞു പോകണവരത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരെ ഒരിതാണ്. എൻ്റെ കയ്യിൽ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ളൊരു റേറ്റാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങളും എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്നതിനൊരു അർത്ഥമെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിത് വെറുതെ ഒരു പാഷൻ്റെ പുറത്ത് മാത്രമല്ല, നമുക്ക് പാഷനുണ്ട്. പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. പാഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം എന്നുള്ള ഇതും കൂടി നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പലരത്തും പല റേറ്റ് ആയിരിക്കാം. ഓരോരുത്തരുടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർ റേറ്റ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് കസ്റ്റമർ പോണതിൻ്റെ എനിക്ക് വിഷമമില്ല കേട്ടോ. ഞാൻ എൻ്റേതായ ലെവൽക്കുള്ള അത്യാവശ്യം ഒരു മാന്യമായിട്ടുള്ള റേറ്റ് മാത്രമേ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കണുള്ളൂ. അത് നമ്മുടെ ഫാമിലീസ് നല്ല റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ബന്ധത്തിനനുസരിച്ച് അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും നമ്മളതിൽ ചില മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട് കേട്ടോ. കേക്ക് വെറ്റ് ചെയ്യണ കാര്യത്തിൽ പലപ്പോഴും എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈന് കസ്റ്റമേഴ്സ് അയച്ചെന്നാൽ സെയിം ഫോട്ടോയിലുള്ള അതേപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല. അതെന്താണെന്ന് വെച്ചാൽ ആ ഐറ്റംസ് ചിലപ്പോൾ നമുക്കിവിടെ മേടിക്കാൻ കിട്ടാറില്ല. അപ്പോൾ നമ്മളിതുള്ളത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ പറഞ്ഞ് നമ്മളെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ചെയ്ത് കൊടുക്കാറുള്ളൂ.